അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി പറയാം അല്ലേ. അതായത് ഇതാണ് നമ്മുടെ എൻഗേജ്മെൻറ്റ് ഡേ. അങ്ങനെ ഇത് രാവിലെ തന്നെ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. പിള്ളേരൊക്കെ ഭയങ്കര ആവേശമായിരുന്നു കേട്ടോ റെഡിയാവാൻ. ഇപ്പോഴുള്ള മക്കളെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചില്ല, എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. പണ്ടത്തെ വെച്ചാൽ നമ്മളൊക്കെ ചെറുപ്പമുണ്ടാകുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ഡ്രസ്സ് ഇടിപ്പിക്കാൻ തന്നെ അമ്മമാരൊക്കെ ഇങ്ങനെ കരഞ്ഞ്, അത് അമ്മമാരൊക്കെ അല്ല, നമ്മൾ മക്കൾ കരഞ്ഞ് വാശി പിടിച്ചൊക്കെ അല്ലേ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുന്നത്. ഇപ്പോഴത്തെ ആ ഒരു ജനറേഷൻ്റെ മാറ്റമായിരിക്കുമല്ലോ ഇങ്ങനെ. അങ്ങനെ ഇതേ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ കുറിയച്ചിറയുള്ള ലേ ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. അത്യാവശ്യം നല്ലൊരു ഓഡിറ്റോറിയം ആയിരുന്നു. അപ്പോൾ നമ്മളവിടെ എത്തി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോൾ ഉണ്ട് ഏട്ടൻ വിളിക്കുന്നത്. അങ്ങനെ കുഞ്ഞിപ്പെണ്ണ ഏട്ടനെ വീഡിയോ കോൾ വഴിയൊക്കെ കാണിച്ചു കൊടുത്തു. ഒന്ന് ബ്രൈഡിനെയും ഗ്രൂമിനെയും ഒന്ന് കാണിച്ചു കൊടുത്തു. അതിന് ശേഷം അതേ നമ്മളെ ബ്രൈഡ് ആൻഡ് ഗ്രൂമിൻ്റെ എൻട്രിയാണ്. അവരിത് സ്റ്റേജിലേക്ക് കയറുന്നുണ്ട്. അവർ സ്റ്റേജിൽ കയറി ബാക്കി മോതിരമാറ്റമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ താഴെ ഇവരൊക്കെ ഭയങ്കര ഡാൻസായിരുന്നു പിള്ളേരൊക്കെ. കുഞ്ഞിപ്പെണ്ണ് ഇങ്ങനെ മക്കളെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് നമ്മളെ ആരും വേണ്ട, കുഞ്ഞിപ്പെണ്ണ് അവരെ കൂടെ തന്നെ ആയിരുന്നു. നമ്മളെ ഒരു കണ്ണ് അതിലുണ്ടാവണമെന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ അവരെ കൂടെ തന്നെ ചെയ്തോളൂ കേട്ടോ. അങ്ങനെ ഇത് അവിടെ മോതിരം മാറ്റൽ ചടങ്ങൊക്കെ കഴിഞ്ഞു. എല്ലാവരും സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. പിന്നെ ബാക്കി ഫോട്ടോ സെഷനും ഒരു ഡാൻസും അങ്ങനെയൊക്കെ ആയിട്ട് പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവർ ഫോട്ടോസിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് ഇറങ്ങി പോയപ്പോൾ നമ്മളൊക്കെ പിന്നെ സ്റ്റേജിൽ കയറി അങ്ങ് നിരങ്ങി തന്നെ പറയാം കേട്ടോ. അങ്ങനത്തെ പരിപാടികൾ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ ട്രെയിനിന് ചെന്നൈയിലേക്ക് എനിക്കും കുഞ്ഞിപ്പെണ്ണും പോകണം. നാളെ രാവിലെ ഫ്ലൈറ്റാണ് ദുബായിലേക്ക്. അങ്ങനെ എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് കുറച്ച് വിഷമത്തോടു കൂടി നമ്മളിത് തിരിച്ചു പോവാണ്. റെയിൽവേ സ്റ്റേഷനിൽ എൻ്റെ പാപ്പനും ഒരു ചേട്ടനുണ്ട്, കസിൻ ചേട്ടൻ, അവരും കൂടി കൊണ്ടാക്കി നമ്മളിത് ട്രെയിൻ കയറി ഇത് ചെന്നൈ എത്തിയിട്ടുണ്ട്. അവിടുന്ന് ഒരു ടാക്സി ത്രൂ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തി. പിന്നെ കുഞ്ഞിപ്പെണ്ണ് കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. രാവിലെ തന്നെ മോള് എണീറ്റിട്ടുണ്ട്, അതിന് ഉറക്കം എണീറ്റിന്. പിന്നെ നമ്മൾ എയർപോർട്ടിലെത്തിയതിന് ശേഷം ടിക്കറ്റ് കൺഫേം ആയി. പിന്നെ ലോഞ്ച് കയറി ഫുഡൊക്കെ കഴിച്ച് ഇത് നേരെ ഫ്ലൈറ്റിൽ കയറി. അപ്പോൾ ബാക്കി ദുബായിലെത്തിയിട്ടുള്ള നല്ല നല്ല വീഡിയോസ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ.